എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി പ്രമുഖത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരുക്കിയ ചിത്രമാണല്ലോ ഡിഎസ്. ചിത്രം ഇന്നലെ ആയിരുന്നല്ലോ തിയേറ്ററുകളിലെത്തിയത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡിഎസ് ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കളക്ഷൻ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഡിഎസ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇന്നലെ ഒക്ടോബർ 31 തീയതിയായിരുന്നു. അതിനു മുമ്പ് ഒക്ടോബർ 30 പല തിയേറ്ററുകളിലും ചിത്രത്തിന്റെ പ്രീമിയർ ഷോ 30 തീയതി നടന്നിരുന്നു. പ്രീമിയർ ഷോയുടെ കളക്ഷൻ നോക്കുമ്പോൾ, പ്രീ സെയിൽ കളക്ഷൻ നോക്കുമ്പോൾ 157 ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ പ്രീമിയർ ഷോയുടേതായി ചാർട്ട് ചെയ്തത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയർ ഷോയുടേത് 44,000-ൽ പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി പ്രീമിയർ ഷോയുടേത് 78%. പ്രീമിയർ ഷോക്ക് മാത്രം ആദ്യ ദിവസം 21 ഹൗസ്ഫുൾ ഷോകളും 39 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 103 ഫാസ്റ്റ് ഫിൽ ഷോകളും ആഡ് ചെയ്തിരുന്നു. അങ്ങനെ പ്രീമിയർ ഷോയുടെ മാത്രം ഡിസിറെ നേടിയത് കേരള ബോക്സ് ഓഫീസിൽ 76 ലക്ഷം രൂപയായിരുന്നു. ഇനി നമുക്ക് ചിത്രത്തിന്റെ ഇന്നലത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകാം. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 1322 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2,12,000-ൽ പരം പ്രേക്ഷകരെയാണ്. അതോടൊപ്പം ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 54%. 55 ഹൗസ്ഫുൾ ഷോകളും 191 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 487 ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ ഇന്നലെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞുപോയ പ്രീമിയർ ഷോക്കും ഇന്നലത്തെ ആദ്യ ദിവസത്തെ ഷോക്കും മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ട്രാക്കിഡ് കേരള കളക്ഷൻ 3,44 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ചിത്രം നേടുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകാം. മമ്മൂക്കയുടേതായി അടുത്ത തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാണല്ലോ കളങ്കാവൽ. പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് ആണല്ലോ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന നവംബർ 27 തീയതി ചിത്രം തിയേറ്ററുകളിലെത്തും. അപ്പോൾ ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ചിത്രം സിങ്ക് സൗണ്ടിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നായിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വീഡിയോ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. അതായത് കളങ്കാവൽ സിങ്ക് സൗണ്ടിലല്ല തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാരണം മമ്മൂക്ക ഇന്നലെ ചിത്രത്തിന് വേണ്ടി ഡബ് ചെയ്യുന്നത്, ഫൈനൽ ഡബിങ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ വീഡിയോയിലൂടെ കണ്ടതാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ സിനിമയിൽ മമ്മൂക്കയുടെ ശബ്ദവും ആ കഥാപാത്രം നമുക്കിലേക്ക് എത്തിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണെന്ന്. അതുകൊണ്ട് തന്നെ നവംബർ 27 കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങി തിയേറ്ററുകളിൽ വൻപം വിജയം നേടിയ 2 ചിത്രങ്ങളാണല്ലോ ലോക ചാപ്റ്റർ 1 ചന്ദ്രയും കാന്താര ചാപ്റ്റർ 1ഉം. ഇപ്പോഴത്തെ 2 സിനിമകളും OTT റിലീസായിരിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് റിലീസായിരിക്കുന്നത്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, മറാഠി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ചിത്രത്തിന്റെ OTT റിലീസ് നടന്നിട്ടുണ്ട്. അതേസമയം കാന്താര ചാപ്റ്റർ 1 പ്രൈം വീഡിയോസിലൂടെയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ചിത്രത്തിന്റെ OTT റിലീസ് അവൈലബിൾ ആണ്. പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണല്ലോ ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബബ്ബക്ക് വേണ്ടി. ഈ വരുന്ന ഡിസംബർ 18 തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ചിത്രത്തിന്റെ ഫാൻ ഷോ ചാർട്ടിംഗ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലാലേട്ടൻ ഫാൻസും ചിത്രത്തിന് ഫാൻ ഷോ കൗണ്ടുകൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. തൃശൂർ, TVM, ചങ്ങനാശ്ശേരി, തളിപ്പറമ്പ്, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലാലേട്ടൻ ഫാൻസ് ചിത്രത്തിന് വേണ്ടി ഫാൻ ഷോ കൗണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയുടെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി